കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ബിബ്ലിക്കൽ TV എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച നല്ല വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ നാളുകൾ ചുരുക്കമാകുകയാൽ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്കലാകയാൽ അധിക വിശുദ്ധിയോടും കൂടെ ദൈവസന്നിധിയിൽ അടുക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കാലഗതികളൊക്കെയും നമ്മളെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവിനെയാണ്. പ്രകൃതിയെ നോക്കുക, ഈ ലോകത്തിന്റെ ചരിത്രങ്ങളെ നോക്കുക, രാജ്യങ്ങളെ നോക്കുക, മനുഷ്യവർഗം മുഴുവനും വിളിച്ചു പറയുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവ് സംഭവിക്കാൻ പോവുകയാണ്. അത് നാളും നാഴികയും നമുക്കറിയില്ല. അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അനുദിനം വിശുദ്ധിയിലും വേർപാടിലും വളരെ പക്വതയോടുകൂടെ പോകുന്നവനെ ചേർക്കുവാൻ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. അതിന് ഈ വചന ശുശ്രൂഷ നിങ്ങളെ ഒരുക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വിഷയം പ്രാർത്ഥന എന്നൊരു വിഷയം തന്നെയാണ്. പ്രാർത്ഥന എന്ന വിഷയം ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ഉപവാസങ്ങളൊക്കെയും ഈ നശിച്ചു പോകുന്ന ഭൗതിക വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ് ആത്മീയ ലോകം മുഴുവനും ഇന്ന് മല്ലുകെട്ടുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് തൻ്റെ സഭയ്ക്കൊരു ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്ന ഒരു പ്രാർത്ഥന! ഇതിനകത്തു നിന്നും ഒരു വാക്ക് മാത്രം ഞാൻ അടർത്തിയെടുക്കുന്നു: ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും വരേണ്ട ഒരു വാക്കാണ് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചില്ലെങ്കിൽ വിളിയാലുള്ള ആശ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പോൾ ഈ വചനം എഴുതുന്നത് കാരാഗ്രഹത്തിനകത്തുനിന്നാണ്. താൻ 2 കൈകളിലും കാലുകളിലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് തടവുകാരനായി കാരാഗ്രഹത്തിനകത്തിടുമ്പോൾ തൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണമേ. ഈ വചനത്തിന്റെ സാരാംശം ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തിയപ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ ഹൃദയത്തിനകത്ത് ഒരു ശുദ്ധീകരണം നടക്കണം. ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം നടക്കാത്ത കാലം ദൈവത്തെ കാണാൻ പറ്റില്ല. അപ്പൊ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണമില്ലാതെ അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, അത്ഭുതമുണ്ട്, രോഗശാന്തിയുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് യേശുക്രിസ്തു മത്തായി സുവിശേഷത്തിൽ പറഞ്ഞത്, അന്നാളിൽ എന്ന് വെച്ചാൽ അവസാന നാളിൽ എന്റെ അടുക്കൽ വന്ന കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്ന വാക്ക്: ആ കർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുക. അത് കാരണം എന്താണ്? ഹൃദയത്തിന്റെ ശുദ്ധീകരണമില്ലാതെ, ദൈവം ഹൃദയത്തിനകത്ത് വരാതെ, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കാതെ ശുശ്രൂഷകൾ വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ദൈവികമായിരുന്നില്ല.
എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, എന്നെ കേൾക്കുന്ന ദൈവഭൃത്യന്മാരെ, നമ്മൾ ചെയ്യുന്നത് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ടാണോ? ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം നടക്കുവാണ്ടയാകും. യേശു ഗിരിപ്രഭാഷണം പറയുമ്പോൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഹൃദയ ശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്ന് വെച്ചാൽ ആത്മാവിന്റെ കണ്ണ് തുറക്കുന്നവൻ ദൈവ സാന്നിധ്യം അനുഭവിക്കും. ആത്മാവിന്റെ കണ്ണു തുറക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. ആത്മാവിന്റെ കണ്ണു തുറക്കുന്നവൻ ആത്മീയ ദർശനങ്ങൾ ലഭിക്കുവാനിടയാകും. അതുകൊണ്ടാണ് പോള് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം പിതാവുമായി വാഴ്ത്തപ്പെടുവാറാകട്ടെ. പോളിന്റെ പ്രാർത്ഥന, പോള് അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ അത് എവിടെയുള്ള അനുഗ്രഹം? സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കണം. സ്വർഗത്തിൽ നിന്നുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ കാണണമെങ്കിൽ, പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധമായിരിക്കണം. ഹൃദയം ശുദ്ധമാകാത്ത കാലം ദൈവം ഈ ഹൃദയത്തിനകത്ത് വരത്തില്ല. ആരെങ്കിലും ജീവിതത്തിന്റെ മേഖലകളിൽ ഹൃദയശുദ്ധിയില്ലാതെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ആരാധിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഹൃദയപൂർവ്വം നിങ്ങളുടെ ഒരു സഹോദര സ്നേഹത്തോടുകൂടെ, സഹോദര തുല്യനായി ആത്മാവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ഹൃദയത്തിനകത്ത് ഒരു ശുദ്ധീകരണം ഇന്ന് നിങ്ങൾ പ്രാപിച്ചെടുത്തോണം. നോക്കുക, ഹൃദയത്തിനകത്തുള്ള ശുദ്ധീകരണത്തെ കുറിച്ച്, ഹൃദയത്തിനകത്ത് എന്താണ് കളയേണ്ടത്, ഹൃദയത്തിനകത്ത് നിന്ന് നമ്മൾ എന്താണ് നീക്കേണ്ടത് എന്ന് വേദപുസ്തകം പറയുകയാണ്. മാർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള അശുദ്ധി എന്താണ്? യേശു പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇവിടെ വായിച്ചു കേട്ടത്. ഇതും വെച്ചിട്ട്, ഈ ഹൃദയത്തിനകത്ത് ഇതും വെച്ചിട്ട് നമ്മുടെ കയ്യടി ദൈവപ്രസാദമല്ല, നമ്മുടെ ശുശ്രൂഷകൾ ദൈവപ്രസാദമല്ല. ദൈവത്തെ കാണുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ വരത്തില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവഭൃത്യന്മാരോട്, ആത്മീയ ലോകത്തോട് ഞാനൊരു ആത്മീയ സത്യം ഞാൻ ഈ സമയത്ത് വിളിച്ചു പറയുന്നു: ഹൃദയ ശുദ്ധീകരണം നിശ്ചയമായി നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അകത്തെ കണ്ണു തുറക്കുകയുള്ളൂ. അകത്തെ കണ്ണു തുറന്നാൽ മാത്രമേ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിലും 11-ൽ താഴോട്ട് വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മ ശക്തിയോടും സ്വർലോകത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തിയോടെന്ന് എഫെസ്യ ലേഖനത്തിൽ പൗലൂസ് വ്യക്തമാക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ അകത്തെ കണ്ണു തുറന്നാലേ സാത്താന്യ പോരുകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി ഗദരദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പടകിനകത്ത് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ പുറം കണ്ടുകൊണ്ട് നോക്കിയിട്ട് വെള്ളമെല്ലാം കോരിക്കളയുകയാണ്. അവർ ഒത്തിരി മണിക്കൂറുകൾ കഠിന പ്രയത്നം ചെയ്തു. വെള്ളമെന്തെന്നും വള്ളമെന്തെന്നും തിരയെന്തെന്നും നന്നായി തിരിച്ചറിയാവുന്ന ശിഷ്യന്മാർ അവർ കഠിന പ്രയത്നം ചെയ്തിട്ട് വെള്ളം കയറുന്നതല്ലാതെ വെള്ളം കുറയുന്നില്ല. പക്ഷേ അവർ യേശുവിനെ തട്ടി ഉണർത്തി. യേശു എഴുന്നേറ്റു. ആദ്യം വെള്ളത്തെയല്ല ശാന്തമാക്കിയത്, വെള്ളത്തെ തള്ളിവിടുന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരും കാണാതെ കിടക്കുന്ന ഒരു കാറ്റുണ്ടായിരുന്നു. യേശു എഴുന്നേറ്റ്, കാറ്റേ ശാന്തമാകുക, കടലേ അനങ്ങാതിരിക്കുക. എന്താണത് യേശു അങ്ങനെ പറഞ്ഞത്? യേശു എഴുന്നപ്പോൾ ആത്മാവിന്റെ കണ്ണിൽ താൻ കാണുകയാണ് തന്നെയും തന്റെ കൂട്ടരെയും ഈ കടലിൽ വെച്ച് തകർത്ത് കളയുവാൻ ആരും കാണാതെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി. അത് യേശു എങ്ങനെ കണ്ടു? ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചപ്പോൾ ആരും കാണാത്തത് കണ്ടു.
ദൈവസഭകൾക്ക് ആവശ്യം, ദൈവഭൃത്യന്മാർക്ക് ആവശ്യം, വിശ്വാസ കുടുംബങ്ങൾക്ക് ആവശ്യം. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കണം. ഹൃദയത്തിന്റെ കണ്ണു തുറന്നാലേ കുടുംബത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ജയിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ശരീരത്തിൽ വരുന്ന രോഗങ്ങൾ പലത് രോഗമല്ലെന്നേ, കുടുംബത്തിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ പലത് പ്രശ്നമല്ലെന്നേ, കുടുംബത്തിനകത്ത് വരുന്ന കലക്കങ്ങൾ പലതും കലക്കമല്ലെന്നേ, കുടുംബ ബന്ധങ്ങളിൽ അകത്തുണ്ടാകുന്ന ഉലച്ചുകൾ പല ഉലച്ചിലുകളല്ലെന്നേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയെ തിരിച്ചറിയുവാൻ ദൈവാത്മാവ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയുന്നു, മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാലേ ഭവനത്തിനകത്ത് നടക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ആ തിരിച്ചറിവ് വരണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചോട്ടെ. വർഷങ്ങളായി ആത്മീയത്തിൽ ഇറങ്ങിയവർ, വർഷങ്ങളായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവർ ജീവിതത്തിനകത്ത് താളം തെറ്റി കഴിയുമ്പോൾ അതിന്റെ പിന്നിൽ ഉപവാസങ്ങൾ ഒത്തിരിയുണ്ട്, പ്രാർത്ഥന മണിക്കൂറുകളുണ്ട്, വചനധ്യാനം ഒത്തിരി കാര്യങ്ങളുണ്ട്, ശാരീരികമായ വിശുദ്ധികളുണ്ട്. പക്ഷേ ദൈവം ആദ്യം നോക്കുന്നത് ഹൃദയത്തിന്റെ വിശുദ്ധീകരണം. ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും താളം തെറ്റിക്കിടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ഈ സമയത്ത് ദൈവത്തോടൊന്ന് പറയാമോ, പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയം ശുദ്ധമാക്കണമേ. നമ്മളൊരു കപടഭക്തിക്കാരെ പോലെ ആകട്ടെ. കപടഭക്തിക്കാരുടെ പ്രത്യേകത എന്താണ്? കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം നന്നായിട്ട് വെളുപ്പിക്കും, പക്ഷെ അതിനകത്ത് ക്ലാവ് കിടക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ പുറമെ മറ്റുള്ളവർ കാണുവാൻ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അതിന്റെ ഭാഷ പറയുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണമുണ്ടോ? കർത്താവ് പറഞ്ഞ ഈ വചനത്തെ ഞാൻ വിസ്തൃതമായി സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപങ്ങളെ ഇന്ന് മാറ്റുവാൻ കഴിയുമെങ്കിൽ കർത്താവ് പറയുന്നു, പൗലൂസിന്റെ വാക്ക് പോലെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കാൻ പോവുകയാണ്. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ നമ്മളെ വിളിച്ചത് എന്തിനാണെന്നുള്ള ഒരു ബോധമുണ്ടാകും. ഇല്ലാത്ത പക്ഷം നമ്മളെ വിളിച്ചത് ആരോ പറഞ്ഞു, പള്ളിയിൽ വന്നാൽ സ്നാനപ്പെട്ടാൽ വിടുതൽ കിട്ടും, ജോലി കിട്ടും, പിള്ളേരുടെ ഭാവി മാറും, പിള്ളേർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നേ, അതൊക്കെ ഉണ്ടാകും. പക്ഷേ അതല്ല നടക്കാൻ പോകുന്നത്. നമുക്കൊരു വിളിയുണ്ട്. ആ വിളിയെ കുറിച്ച് പോൾ തന്നെ പറഞ്ഞു, അത് പരമവിളിയുടെ ലാക്കിലേ. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയ കണ്ണ് കുരുടാകരുത്. ആത്മീയ കണ്ണ് കുരുടായി പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നിത്യത പ്രാപിക്കാൻ കഴിയില്ല, ദൈവത്തെ കാണാൻ പറ്റില്ല. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ എന്ന് വരാതിരിക്കാൻ എന്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാതെ വണ്ണം എന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന പാപ സ്വഭാവങ്ങളെ എനിക്ക് മാറ്റിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അകത്ത് വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. വീട്ടിലകത്തുണ്ടാകുന്ന പ്രതികൂലങ്ങളെ ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയണമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇല്ലാത്ത പക്ഷം നമ്മളൊരു അന്ധന്മാർ ആനയെ കാണാൻ പോയതുപോലെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരായി നമ്മൾ തീരും. അതിലൊരുത്തൻ പറയുക ആന ചൂല് പോലിരിക്കുന്നു, വേറൊരുത്തൻ പറയുക ആന മുറം പോലിരിക്കുന്നു, വേറൊരുത്തൻ പറയുക ആന തൂണ് പോലിരിക്കുന്നു, വേറൊരുത്തൻ പറയുന്നു ആന പാറ പോലിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതം ഇത് തന്നെയാണ്. പ്രിയോട് എന്താണ് കാര്യം? കണ്ണ് കാഴ്ചയില്ല. ദൈവത്തെ രോഗശാന്തിയായിട്ട് കാണുന്നവരുണ്ട്, അത്ഭുതം കാണുന്നവരുണ്ട്. ഇതാ ഇത് യേശു നമ്മുടെ കടബാധ്യത മാറ്റുന്നത്, അത് മാത്രം സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ആത്മാവ് നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നിങ്ങളെ എന്തിനാണ് ഈ ഭൂമിയിൽ വിളിച്ചത്? എന്തിനു വേണ്ടിയാണ് എന്നെ നിങ്ങളെ ഈ ലോകത്ത് കർത്താവ് വേർതിരിച്ചത്? പൗലോസിനെ പറഞ്ഞു, ലോക സ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? ഒരു വിളിയാലുള്ള ആശയുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ ചേർന്ന് ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും തരും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസങ്ങളും നശിക്കുന്ന നന്മയ്ക്ക് വേണ്ടി ആകരുത്
എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാൻ.